ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ചൂടൊക്കെ മാറി നല്ല മഴയായിട്ടാണ്. അപ്പോൾ ഈ മഴയത്തൊക്കെ നമുക്ക് എന്തെങ്കിലും കഴിക്കണം എന്നൊക്കെ ഉണ്ടാവും. എപ്പോഴും വിശപ്പ് കൂടുതലൊക്കെ ആവട്ടെ. ഇങ്ങനെ ഇവിടെ നിന്ന് അങ്ങോട്ട് വിശപ്പ് കൂടുതലായിരിക്കും. എപ്പോഴും എന്തെങ്കിലുമൊക്കെ കഴിക്കണം എന്നൊക്കെ തോന്നും. അപ്പോൾ ഞാനെന്ന് വിചാരിച്ചു നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്തിരി പായസം വയ്ക്കാൻ നോക്കിയപ്പോൾ ഇത്തിരി ചവരി ഇരിക്കുന്നുണ്ടും പിന്നെ ക്യാരറ്റും കൂടിയിട്ടുള്ള ഒരു അടിപൊളി പായസമാണ് ഉണ്ടാക്കി വന്നപ്പോൾ അടിപൊളിയായിട്ടാണ്. അപ്പോൾ അതിനായിട്ട് ഇത്തിരി നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ലേശം മതി നെയ്യ്. ഇതിലേക്ക് നമ്മൾ ആദ്യം ചേർക്കുന്നതാണ് ഒരു പിടി ക്യാരറ്റ് ചീകി എടുത്തതാണ് കേട്ടോ. ഇത് ആദ്യം ഇട്ട് കൊടുക്കാം. ഞാൻ ആദ്യം വിചാരിച്ച് ക്യാരറ്റ് അല്ല കേട്ടോ വിചാരിച്ച സേമിയ വിചാരിച്ചത്. പക്ഷേ ക്യാരറ്റ് ഇട്ട് വെച്ച് നോക്കിയപ്പോൾ സൂപ്പറാണ് കേട്ടോ. പിന്നെ നമ്മൾ വല്ലാതെ ഇതിലൊന്നും ചെയ്തിട്ടൊന്നുമില്ല. പെട്ടെന്നൊരു പായസം, പെട്ടെന്ന് കുടിക്കാനുള്ള പായസം. ഇത് വാടി വന്നിട്ടുണ്ട്. നല്ലോണം ഒന്ന് വെന്ത് വാടി വരും. ഇങ്ങനെ ആകുമ്പോൾ പകുതി വെന്ത് കിട്ടും കേട്ടോ. ഇത് മാറ്റിയിട്ട് അതിലേക്ക് വീണ്ടും ഇത്തിരി നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു ടീസ്പൂണിൻ്റെ അടുത്തിട്ടാണ്, കുറച്ച്. ഇതിലേക്ക് ഒരു ബൗള്, ചെറിയൊരു ബൗള് ചവരി ഉണ്ടല്ലോ, അതൊന്ന് വറുത്തെടുക്കാം. ഇതിനെ തിളച്ച വെള്ളത്തിലിട്ടാലും മതി. ഞാനിപ്പോൾ വറുക്കാണ് ചെയ്യണത് കേട്ടോ. പറയാത്തവരൊക്കെ ഉണ്ടാക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇതിപ്പോൾ ആയിട്ടുണ്ട്, എടുക്കാം. ഇതിലേക്ക് 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. ഒരു പാക്കറ്റ് പാലുണ്ടല്ലോ, അതാണ് കേട്ടോ എടുക്കുന്നത്. ഇതിലേക്ക് ഇനി ചവരിട്ട് കൊടുക്കാം. ഈ പാല് മുന്നേ തിളപ്പിച്ച് വെച്ചതാണ് കേട്ടോ, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ തിളച്ച് വന്നിട്ട് ചവരിട്ട് കൊടുത്താലും മതി. ചവരി എന്ന് പറഞ്ഞാൽ സാവന്നരി എന്നൊക്കെ പറയും കേട്ടോ, അതിനാണ് ചവരി എന്ന് പറയുന്നത്. ഇതിലേക്ക് ചവരി ഒന്ന് പകുതി വെന്ത് കഴിയുമ്പോൾ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇത് ഒട്ടും ചിലവില്ലാത്തൊരു പായസം കേട്ടോ, വല്ലാതെ ചിലവൊന്നുമില്ല. നമുക്ക് തോന്നുമ്പോൾ കഴിക്കാം. ഇത് ഞാൻ ചൂടുകാലത്ത് എന്താ പറയുക, ഫ്രൂട്ട് സലാഡൊക്കെ ഉണ്ടാക്കാനായിട്ട് മേടിച്ച് വെച്ച ചവരിയാണ് കേട്ടോ. അതിൻ്റെ ബാക്കി ഇരുന്നായിരുന്നാണ്. അപ്പോൾ അത് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ചവരി വെന്താൽ മതി. ക്യാരറ്റ് പെട്ടെന്ന് വെന്ത് കിട്ടണം. ഇതിലേക്ക് ഒരു 3 കട്ട ശർക്കര ഉരുക്കിയത് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. മധുരം നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ പഞ്ചസാര ഇട്ടാൽ മതി കേട്ടോ. ഞാനിപ്പോൾ ശർക്കര ഇട്ടാണ്. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കേട്ടോ. പിന്നെ 3-4 ഏലക്കായ ചതച്ചത്, പൊടിയുണ്ടെങ്കിൽ അതിട്ട് കൊടുത്താൽ മതി. ഇതൊന്ന് നല്ലോണം മിക്സാക്കി കൊടുക്കാം. പെട്ടെന്ന് ചിട്ടപ്പെടാന്ന് ഇട്ട പായസം കേട്ടോ. പെട്ടെന്ന് നമുക്ക് പായസം കുടിക്കാൻ തോന്നുമ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കുക. നല്ല പായസം കേട്ടോ. പിന്നെ ഇത് ഫ്രിഡ്ജിൽ വെച്ചാൽ പിറ്റേ ദിവസം അതിനേക്കാൾ ടേസ്റ്റാണ്. പായസങ്ങളൊക്കെ അങ്ങനെയാണല്ലോ, പിറ്റേ ദിവസം ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേ ദിവസമാണല്ലോ കഴിക്കാൻ ടേസ്റ്റ് കൂടാണ്. ഇതായിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് വറ്റണം. നീലേക്ക് ലേശം നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് കരിഞ്ഞു പോയി. അതുകൊണ്ട് വിഷമായിട്ടാണ് കരിഞ്ഞു പോയിപ്പോൾ. എന്നാലും ഞാൻ അതിലിട്ടു. കരിഞ്ഞാൽ പെട്ടെന്ന് തീ ശ്രദ്ധിച്ചില്ലെങ്കിൽ പെട്ടെന്ന് കരിയും കേട്ടോ. അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാവരും ഉണ്ടാക്കുക. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം.